മലപ്പുറം അരീക്കോട് ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ച കാട്ടാനയെ നിരീക്ഷിക്കാൻ RRT സംഘം. കാട്ടാനയെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോകാൻ കുങ്കിയാനകൾ ഇന്നെത്തും. 21 മണിക്കൂർ നീണ്ട ദൗത്യത്തിന് ശേഷമാണ് ആനയെ കരകയറ്റാനായത്. വനംവകുപ്പിന്റെ 60 അംഗ ദൗത്യസംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടെങ്കിലും ആനയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ദൗത്യവുമായി സഹകരിച്ചതെന്ന് സ്ഥലമുടമ സണ്ണി പ്രതികരിച്ചു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ദൗത്യത്തിന് സഹകരിച്ച ഈ ഒരു നാട്ടുകാരോട് ഞാൻ എൻ്റെ നന്ദി ഇത് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്തുള്ള വനമേഖലയ്ക്കാണ് പോയിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ ഇത് ടീംസ് ഉണ്ട്. അതായത് ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ RRT സ്റ്റാഫും ലോക്കലിലുള്ള സ്റ്റാഫും ഉണ്ട്. അവർ ആന വീണ്ടും ഈ മേഖലയ്ക്ക് തിരിച്ച് വരാതിരിക്കാൻ വേണ്ടി, ബിക്കോസ് നാളെ ഇത് കുമിക്കാനകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ മേഖലയ്ക്ക് വീണ്ടും തിരിച്ച് വരാതിരിക്കാൻ വേണ്ടി എല്ലാ ഇതും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അത് നമുക്ക് ഇത് സേഫായിട്ടുള്ള ഡിസ്റ്റൻസൊക്കെ നമുക്ക് കടത്തിവിടാൻ വേണ്ടി നാളെ കുമിക്കാനകൾ ഇവിടെ എത്തുന്നുണ്ട്. കിടന്നപ്പോൾ തന്നെ അതിങ്ങനെ കയറാതെ വന്നപ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. അത് ജീവനതിൻ്റെ പോകുന്ന പോലെ ഇത് കണ്ടു കഴിഞ്ഞപ്പം വിഷമം തോന്നി. കിണറിൻ്റെ ഇതിലെ ആവശ്യത്തിലേക്കായിട്ട് 1.5 ലക്ഷം രൂപ ചെക്ക് എനിക്ക് പള്ളി ഫാദർ മുഖാന്തരം നാളെ എത്തിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് ഇപ്പം ഈ മരം മുറിച്ചതിനും അവിടുന്ന് ആ തൈ റബ്ബർ പോയതിനും ഇതിൻ്റെ അവർ വേറെ അതിനകത്ത് കണ്ടു തരുമെന്നും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അതിൽ കൂടുതൽ എനിക്കുണ്ടായിട്ടുണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട്. നമുക്കിപ്പം മുബഷീർ ചേരുന്നുണ്ട്. മുബഷീർ, ഗുഡ് മോർണിംഗ്. മുബഷീർ, ഇന്നലെ രാത്രിയിലെ നമ്മളുടെ ആ ദൗത്യത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ട് ഒരുപാട് പ്രേക്ഷകരാണ് എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തത്. ആദ്യഘട്ടത്തിലൊക്കെ നാട്ടുകാരുടെ പ്രതിഷേധവും പരിഭവവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം അവനൊന്ന് കരകയറിയാൽ മതി എന്ന ഒരു ആഗ്രഹത്തിലായിരുന്നു ആ കുരാങ്കുല്ലിലെ നാട്ടുകാർ. വലിയ നല്ല മനസ്സുള്ള മനുഷ്യരാണ് അവർ. പ്രത്യേകിച്ച് സണ്ണിയൊക്കെ ഇന്നിപ്പോൾ പ്രതികരിച്ചത് നമ്മൾ കേട്ടു. സണ്ണിക്ക് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ടാവും. ഈ 1.5 ലക്ഷം കൊണ്ടൊന്നും ആ നഷ്ടം തീരില്ല. ഇപ്പോൾ ആന എവിടെയുണ്ട് മുബഷീർ? ഉൾക്കാട്ടിലോട്ട് കയറിപ്പോയോ? അവന് കാര്യമായ പരിക്കൊന്നുമില്ലല്ലോ അല്ലേ മുബഷീർ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ആനയ്ക്ക് ഒരു തരത്തിലുള്ള പരിക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു സ്ഥിരീകരണം നോർത്ത് DFO തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഊർങ്ങാട്ടീരി കൊമ്പൻ എന്നൊക്കെ തന്നെ നാട്ടുകാർ ഇപ്പോൾ ആ ഒരു കൊമ്പനെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ആശ്വാസം നൽകുന്ന വാർത്തയായിരുന്നു, കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ആ ദൃശ്യങ്ങളെക്കുറിച്ച് നേരത്തെ അരുൺകുമാർ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളുടെ പേരുകളാണ്. ഉണ്ണി തുവൂർ, ഷഫീഖ് അരുളായി, നമ്മുടെ സാരഥികളായിട്ടുള്ള ഷിബു CS, അതുപോലെ തന്നെ ഫാസിൽ എന്നിവരുടെ പരിശ്രമം ഉൾപ്പെടെ നമുക്ക് നല്ല രീതിയിലുള്ള ദൃശ്യങ്ങൾ എടുക്കാൻ സഹായകരമായി എന്നുള്ളതാണ്. എന്തായാലും ആനയെ ഇന്നലെ 20 മണിക്കൂറിന് ശേഷമാണ് കിണറിൽ നിന്നും പുറത്തെടുക്കാൻ സാധിക്കുന്നത്. പിന്നീട് ആന വന്ന വഴി തന്നെ തിരിച്ചുപോയി എന്നുള്ളതാണ് നോർത്ത് DFO സ്ഥിരീകരിക്കുന്നത്. RRT സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. 20 മണിക്കൂറിലോളം കിണറിൽ അകപ്പെട്ട് കിടന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആരോഗ്യാവസ്ഥയിൽ വഷളായിട്ടുണ്ടാകുമെന്നൊരു വിലയിരുത്തൽ വനം വകുപ്പിനുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് നടന്നു നീങ്ങുമ്പോൾ അവശയായി എവിടെയൊക്കെ തന്നെ ചെരിയാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നൊക്കെ തന്നെ വനം വകുപ്പ് നോക്കിക്കാണുകയായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യം ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. കുങ്കിയാനകളെ നിലവിൽ അരീക്കോട് ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് നിലവിൽ ആനയുള്ള മേഖലയിൽ നിന്നും ഉൾവനത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പാകത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി തിരിച്ച് ഈ ജനവാസ മേഖലകളിലേക്ക് വരാത്ത രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കും, അത് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും DFO വ്യക്തമാക്കുന്നുണ്ട്. സ്ഥലമുടമ സണ്ണിയോട് നമ്മൾ സംസാരിച്ചിരുന്നു. 1.5 ലക്ഷം രൂപ കിണർ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുമെന്ന് അധികൃതർ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. രേഖാപരമായി തന്നെ എഴുതി നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. തൻ്റെ കൃഷികൾക്ക് വേണ്ടി, വിളകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കിണറായിരുന്നു. അത് പൂർണ്ണമായും മണ്ണിട്ട് മൂടേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറം ഒരു മൃഗത്തിൻ്റെ ജീവന് വേണ്ടി കേയുന്ന ആ ഒരു കാഴ്ച കണ്ട സാഹചര്യത്തിലാണ് ഈ ഒരു ദൗത്യവുമായി സഹകരിച്ചതെന്ന് സണ്ണിയും പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ ആ വന്യമൃഗത്തെ മണ്ണിട്ട് കുഴിച്ചു മൂടണമെന്ന് പറഞ്ഞിരുന്ന നാട്ടുകാർ തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തി അതിൻ്റെ ദയനീയ അവസ്ഥ കണ്ടതോടുകൂടി അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നൊരു ആവശ്യത്തിലേക്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ദൗത്യം വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി വനം വകുപ്പ് പറഞ്ഞതുപോലെ, നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയതുപോലെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ എത്ര സമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അത് പറഞ്ഞ സമയപരിധിക്കുള്ളിൽ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ വലിയ പ്രതിഷേധം ഈ ഒരു മേഖലയിൽ ഉണ്ടാകുമെന്ന നിലപാട് തന്നെ നാട്ടുകാർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ആ ചർച്ചകൾക്ക് തന്നെ മധ്യസ്ഥത വഹിച്ച വികാരി അശ്വൻ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. ജനങ്ങളുടെ വികാരത്തിനൊപ്പമാണ് താൻ നിൽക്കുന്നത്.
സർക്കാർ അത്തരമൊരു ഉറപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ കിണറിൻ്റെ നഷ്ടപരിഹാരമായി നൽകും. 1 കോടിയോളം രൂപ പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് മാറ്റിവെക്കുമെന്ന ഉറപ്പും DFO നൽകിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി അത് എത്ര വേഗത്തിൽ നടപ്പിലാക്കുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും ദൗത്യത്തിൻ്റെ തുടർ നടപടി എന്നോണം കുങ്കിയാനകൾ എത്തിച്ചുകൊണ്ട് അതിനെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, താങ്ക് യു മുബഷീർ. ആ കാഴ്ച നൽകിയ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾക്കും മുബഷീറിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. വളരെ വ്യക്തമായിട്ട് ആ ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. ആ ദൃശ്യങ്ങൾ കൊടുത്തതിൽ ആ കമൻട്രിയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങളാണല്ലോ. ആ ജീവി രക്ഷപ്പെട്ടു പോകുന്നത് കാണാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ആ നാട്ടുകാരും അവസാനം ആഗ്രഹിച്ചു. പക്ഷേ ഒരു കൗതുകരമായ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ രാവിലെയൊക്കെ ചിലരും പറഞ്ഞു ആ ആനയെ ആ കുഴിയിലിട്ടങ്ങ് മൂടണം എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു. അത് കർഷകരുടെയൊക്കെ മനോഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കാം. പക്ഷേ എന്നാലും അതത്തിരി കടന്നുപോയി. പക്ഷേ പിന്നീട് അതേ നാട്ടുകാരിൽ ചിലർ പറഞ്ഞു അതല്ല, ആ ജീവിയെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ മാത്രമല്ല, അവരെല്ലാവരും ആ ആനയ്ക്ക് കാവൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. എല്ലാ സഹായവും എല്ലാ മനുഷ്യരും ചെയ്തു കൊടുത്തു. എന്തായാലും വനംവകുപ്പും ഉദ്യോഗസ്ഥരും വളരെ കൃത്യമായിട്ട് ഇടപെട്ട് ആ ആനയെ കൊണ്ടുപോയി. പല ഘട്ടങ്ങളിലും ആന ഇങ്ങനെ കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തുമ്പിക്ക് വെച്ച് ഇങ്ങനെ പരതുന്നതൊക്കെ കണ്ടു. നിസ്സഹായാവസ്ഥ എന്താണെന്ന് നമ്മൾ പലപ്പോഴും നേരിട്ടറിയുന്നത് പോലെ. ഇതേ ആന നാളെ തിരിച്ചു വന്ന് ചിലപ്പോൾ ഉപദ്രവിച്ചു എന്നിരിക്കും. പക്ഷേ എങ്കിലും അവൻ അപകടത്തിൽപ്പെടുമ്പോൾ അവനൊരു കൈ സഹായം കൊടുക്കുക എന്നുള്ളതിൽ ഒരു മാനവികതയുണ്ട്. അത് മനുഷ്യർക്ക് സാധ്യമാവുന്ന ഒന്നാണ്. വല്ലപ്പോഴുമൊക്കെ അത് പ്രകടിപ്പിക്കുമ്പോൾ അത് ആഘോഷമാക്കുന്നതിൽ തെറ്റില്ലെന്നാണ് നമ്മളുടെ ഒരു ഇത്. എങ്ങനെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ ജീവികളും സഹജീവികളും നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ. അവർ പരസ്പരം ആക്രമിക്കാതെ നിലകൊള്ളട്ടെ. പക്ഷേ കാട്ടിലെ നിയമം ആക്രമണത്തിന് ആണല്ലോ. അത് ഇരയ്ക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ ഒരു ജീവി ഇര പിടിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മളെയും അവരെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ഭക്ഷണത്തിനല്ലാതെയും ആളുകളെ ഉപദ്രവിക്കും. അതാണ് വ്യത്യാസം.